ഇത്രയും നേരം പ്രദീപ് ഞങ്ങളുടെ കൂടെ നടന്ന് വേണ്ട സഹായങ്ങളൊക്കെ ചോദിക്കാതെ ചെയ്യായിരുന്നു. നീ ഭാഗ്യം ചെയ്ത കുട്ടിയാ മോളെ. അതുകൊണ്ടാ ഇങ്ങനൊരു പയ്യനെ നിനക്ക് ഭർത്താവായി കിട്ടാൻ പോകുന്നത്. നമ്മുടെ സ്വന്തം മകൻ നമ്മളെ ചതിച്ച് പെരുവഴിയിലെത്തിച്ചു. അവൻ കാരണം ജീവിതകാലം മുഴുവൻ ഞാൻ ഈ നാട്ടുകാരുടെ മുമ്പിൽ തല താഴ്ത്തി നടക്കേണ്ടി വരും. എന്റെ ഈ അവസ്ഥ കണ്ടിട്ടാവും ദൈവം എനിക്ക് പ്രദീപിനെ പോലൊരു മരുമകനെ തന്നത്. എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം മകനെ പോലാവോ പ്രദീപേട്ടൻ? നീ എന്താ കാർത്തികിന് വേണ്ടി വക്കാലത്ത് പറയാനുള്ള ഉദ്ദേശത്തിലാണോ? ഇന്ന് നടു റോഡിൽ വെച്ച് ആ രുദ്രൻ ഞങ്ങൾക്ക് മക്കളെ വളർത്താൻ അറിയില്ലെന്നും അച്ഛൻ എന്ന നിലയ്ക്ക് ഞാനൊരു തോൽവിയാണെന്നും പറഞ്ഞു. അത് കേട്ട് പ്രതികരിക്കാനാവാതെ എനിക്ക് നിൽക്കേണ്ടി വന്നു. അതിന് കാരണക്കാരനാ ചതിയനാ. രുദ്രന് എരുത്തിയിൽ എണ്ണ ഒഴിച്ച് നമ്മളെ തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുക വെച്ചാ അതിന് അവൻ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവാ അവൻ എനിക്ക് തന്നിരിക്കുന്നത്. അതിന്റെ നീറ്റില് അവൻ എന്നോട് ചെയ്ത ചതിയെപ്പറ്റി എന്നും എന്നെ ഓർമ്മപ്പെടുത്തും. കാർത്തിക്കിനോട് എനിക്ക് അടങ്ങാത്ത പകയുണ്ട്. നിങ്ങളെയൊക്കെ ഓർത്തിട്ടാ ഞാൻ അവനെ ഉപദ്രവിക്കാതെ വിട്ടത്. നിനക്കവനെ കല്യാണത്തിന് ക്ഷണിക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആയിക്കോ, കല്യാണം നിന്റെയല്ലേ. പക്ഷേ നീ അങ്ങനെ ചെയ്താ പിന്നെ ഞാൻ മരിച്ചാ പോലും നീ എന്നെ കാണാൻ വന്നു പോരുത്. അച്ഛാ, നമ്മുടെ കുടുംബത്തെ ചതിച്ച ഒരുത്തനെ ഞാൻ ഈ വീട്ടിൽ നിന്നും എന്റെ മനസ്സിൽ നിന്നും പുറത്താക്കിയതാ. നിങ്ങൾ അവനോട് ക്ഷമിച്ച എന്നെ തോൽപ്പിക്കാൻ തീരുമാനിച്ചതിന് തുല്യ. അല്ലെങ്കിൽ ഞാൻ എന്റെ മകന്റെ മുമ്പിൽ തോറ്റുപോയി. നിങ്ങളുടെ മുമ്പിൽ തോക്കാൻ എനിക്ക് വയ്യ. എനിക്കെതിരെ അവന്റെ ഭാഗത്ത് നീയും പാറവും നിന്നാ ഞാൻ എന്തെങ്കിലും കടുകയും ചെയ്യും. എന്തൊക്കെയാ പറയുന്നേ? ഇനിയും നാണം കടം വയ്യ ദേവകി. നിനക്ക് സമാധാനമായല്ലോ? ഇനി മേലിൽ ആ ചതിന്റെ പേര് ഈ വീട്ടിൽ പറഞ്ഞു പോകരുത്, കേട്ടല്ലോ? നീ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാത്ത? മനസ്സിലാത്തോണ്ട്. പാറു, നീ സൗന്ദര്യോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. എന്താ കാര്യം? രാവിലെ മുതലേ അവള് നല്ല ദേഷ്യത്തിലാ. ഭക്ഷണം കഴിക്കാനും വന്നില്ല. ഞാൻ ചോദിക്കാം. നീ എന്താ ഭക്ഷണം കഴിക്കാത്ത? വിശപ്പില്ല. രാവിലെ മുതൽ ഇവളിങ്ങനെ മുഖം വീർപ്പിച്ച് നടക്ക. എന്താ സൗന്ദര്യം നിന്റെ പ്രശ്നം? എന്നോട് പറ. എന്തിനാ പറയുന്നത്? നിങ്ങളുടെ എല്ലാ പ്രശ്നവും നിങ്ങൾ എന്നോട് പറയാറുണ്ടോ? നിങ്ങൾ എന്റെ അടുത്ത് നിന്നും പലതും വിളിക്കുന്നില്ലേ? ഞങ്ങൾ എന്ത് വിളിക്കുന്നു എന്നാ നീ പറയുന്നേ? നമ്മളെല്ലാരും ഫ്രണ്ട്സ് അല്ലേ? ഒരു റൂമിൽ കഴിഞ്ഞെന്ന് കരുതി ഫ്രണ്ട്സ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പരസ്പര വിശ്വാസത്തോടെ ദുഃഖവും സന്തോഷവും ഒരുപോലെ പങ്കുവയ്ക്കുന്നവരാ യഥാർത്ഥ ഫ്രണ്ട്സ്. ഇവിടെ ആരും അങ്ങനെ അല്ലല്ലോ. നീ കമ്പനിയിലേക്കല്ലേ പോകുന്ന? ഞാനും വരാം. എന്റെ കാര്യം നോക്കാനേ എനിക്കറിയാം. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. മാറങ്ങോട്ട്. എടി സൗസു, നിനക്ക് കമ്പനിയിലേക്കുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? ബോധമില്ലാതെ വല്ല തമിഴ്നാട് ബസ്സിലും കയറി പോവല്ലേ?
ഞാൻ എപ്പോഴും ഒരുപോലെ പെരുമാറുമെന്ന് കരുതരുത്. ഞാൻ എല്ലാ കാര്യമൊന്നും മറക്കില്ല. എനിക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചുള്ള കാര്യങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും ഞാൻ ഓർത്തെടുത്ത് പറയും. ഇനി മേലാൽ എന്റെ മറവിയുടെ കാര്യം പറഞ്ഞ് കളിയാക്കിയാൽ നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊടിക്കും. പൊടി. പ്രിയഞ്ചേട്ടൻ കമ്പനിയിലേക്ക് വരുന്നില്ലേ? എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. വേഗം വാ, ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. ശരി. ഇവളെന്താ എല്ലാരോടും ദേഷ്യത്തോടെ പെരുമാറുന്നത്? അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ കമ്പനിയിലേക്ക് പോണം.